ശ്രീ ശ്യാംരാജ്, 1,46,500 വോട്ടുകൾ 2019 അപേക്ഷിച്ച് തൃശ്ശൂരിൽ 2024 കൂടുതലായി വന്നിട്ടുണ്ട്. അതിൽ ഒരു പങ്ക് നിശ്ചയമായും ജനുവിനായിട്ടുള്ള പുതിയ വോട്ടർമാരാണ്. ബാക്കി എത്ര വളരെ ആസൂത്രിതമായി മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടി ചേർത്ത വോട്ടുകളാണ് എന്നാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ ഓരോ ബൂത്തുകളിലെയും കണക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ട് തന്നെ ഈ പറഞ്ഞ ഗണത്തിൽ, അതായത് അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് സ്ഥിരതാമസക്കാരനാണ്. അദ്ദേഹത്തിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം 41ാം ഡിവിഷനിലാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വോട്ടുള്ളത്. പക്ഷേ ഇവരെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ സ്വന്തം വോട്ട് പോലും വേണമെങ്കിൽ വ്യാജം എന്ന് ബ്രാക്കറ്റ് ഇട്ട് വിളിക്കാവുന്ന അവസ്ഥയിലാണോ സുരേഷ് ഗോപി? അഭിലാഷേ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചേർക്കുകയുണ്ടായി. തീർച്ചയായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത്. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും 1,00,000-ലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അപ്പോൾ തൃശ്ശൂർ മാത്രം ചേർത്തു എന്നുള്ളതെന്തോ, നിങ്ങൾ തൃശ്ശൂർ 1,00,000-ലധികം വോട്ടുകൾ കൂടി എന്നുള്ളതെന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾ പർവ്വതീകരിച്ച് പറയുകയും അതിലെന്തോ മറ്റ് ദുഷ്ടലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ ഒരു വലിയൊരു അജണ്ടയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഒരു മണ്ഡലത്തിലെ വോട്ട് ചേർക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശ്ശൂരിലെ സ്ഥിരതാമസക്കാരാണോ? അവരെങ്ങനെയാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ വന്നത്? 6 മാസം ഈ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളുകളാവണം. സത്യവാങ്മൂലം നൽകിയിട്ടാണല്ലോ അവർ വോട്ടർമാരായി മാറിയത്. അവർ താമസിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, ശാസ്തമംഗലത്തുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ വന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു അഡ്രസ് ഉണ്ടായിരുന്നോ? ഒരു ഫ്ളാറ്റിലെ വ്യാജ അഡ്രസ്സിൽ ഇപ്പോ ഞങ്ങൾ വോട്ട് ചേർത്തു എന്നത് താങ്കൾ പറഞ്ഞല്ലോ. നിങ്ങൾ വോട്ട് ചേർത്തത് വ്യാജ അഡ്രസ്സിലായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷേ, വ്യാജ അഡ്രസ്സിലൊന്നുമല്ല. നോക്കൂ, സുരേഷ് ഗോപി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 1.5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ തന്നെ താമസമുണ്ടെന്നേ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയതെന്ന്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രേഖകൾ നിങ്ങൾ ഹാജരാക്കൂ? ഏത് രേഖയാണ് കാണേണ്ടത്? സുരേഷ് ഗോപിയുടെ സഹോദരന് അവരുടെ കുടുംബ വീട്ടിൽ കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ വോട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോഴും. ആണോ? അതിൽ രേഖയുടെ കാര്യത്തിൽ ശ്യാമിന് സംശയമുണ്ടോ? ഇരവിപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരന് വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ടോ? കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഈ 2 ഇടങ്ങളിലൊക്കെ വോട്ടുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് എത്രയോ നേതാക്കന്മാർക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നം 2 വോട്ട് ചെയ്തോ എന്നുള്ളതാണ്. 2 വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ തൃശ്ശൂരിൽ മണ്ഡലങ്ങളിൽ നിന്നും വന്ന് തൃശ്ശൂരിൽ വോട്ട് ചെയ്യല്ലേ? 2 എന്തിനാ വോട്ട് ചെയ്യുന്നത്? തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇരവിപുരം മണ്ഡലത്തിൽ അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആൾ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലല്ല, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വോട്ട് ചെയ്ത ആൾ വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ എവിടെ വോട്ട് ചെയ്തു? അല്ല, ഇതാണ് പ്രശ്നം. നോക്കൂ, 6 മാസം ഒരിടത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിലവിലെ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് 6 മാസം ഒരിടത്ത് സ്ഥിരമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാമെന്നേ. അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നേ. ഇനി എത്ര പേരെ നിങ്ങൾക്ക് വോട്ട് കൂട്ടാൻ വേണ്ടി പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ളത് ഗുരുവായൂരാണ്. പക്ഷേ ആ ഗുരുവായൂർ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്കാണ്. ഏറ്റവും കുറവ് വോട്ട് ചേർത്തിട്ടുള്ളത് പുതുക്കാടാണ്. അവിടെ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. അപ്പോൾ ഇതിനൊന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോജിക്കൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾക്ക് ഏതെങ്കിലും ന്യായങ്ങളുമില്ല. ഒരാൾക്ക് ഒരു വോട്ടാണല്ലോ ഉണ്ടാവേണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ റിവൈസ് ചെയ്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ വോട്ടറാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 41ാം വാർഡ് ശാസ്തമംഗലം, വോട്ടർ നെയിം സുരേഷ് ഗോപി, ഹൗസ് നമ്പർ 022/1788, ലക്ഷ്മി, ജെൻഡർ എം, ഏജ് 62. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്തെ വോട്ടറാണ് സുരേഷ് ഗോപി. അദ്ദേഹം കുമ്പിടിയൊന്നും അല്ലല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ കുമ്പിടികളും ആരുമില്ല. അതാണ് ഞാൻ പറഞ്ഞിപ്പോൾ രമേശ് ചെന്നിത്തല നോക്കൂ. രമേശ് ചെന്നിത്തല അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഹരിപ്പാടേക്ക് വോട്ട് മാറ്റിയതാണെന്ന്.
ഇനി വി ഡി സതീശന്റെ ഒന്നുമല്ല. വി ഡി സതീശൻ എവിടെയാണ് താമസിക്കുന്നത്? വി ഡി സതീശൻ താമസിക്കുന്ന അദ്ദേഹം ആലുവയിലെ സ്ഥിര താമസക്കാരനും അദ്ദേഹം വോട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കുടുംബവും വോട്ട് ചെയ്യുന്ന പറവൂരുമാണ്. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണെന്ന്. ഇത് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബവും ചെയ്യുമ്പോൾ ഇതെന്തോ മഹാപരാധം പോലെ നിങ്ങൾ ചിത്രീകരിക്കുന്നതും അതിന് പിന്നിലെ ഒരു ഗൂഢലക്ഷ്യമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ആളുകൾക്ക് തൃശ്ശൂരിലെ വിജയം അത്ര രസിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ജനിച്ച് അവിടെ വോട്ടുണ്ടായിരുന്ന ഒരാള് കുറച്ചു കാലം വേറൊരു സ്ഥലത്ത് ജോലിക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ ആയി പോയി താമസിക്കുന്നു. അവൻ 1 വർഷമോ 2 വർഷമോ 6 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ വോട്ട് ചെയ്യാം. അതിനെയൊക്കെ നമ്മൾ സ്വാഭാവികം എന്ന് വിളിക്കും. ഇപ്പോൾ ശ്യാംരാജ് മലപ്പുറത്തല്ലേ ഇരിക്കുന്നത്. മലപ്പുറത്തെ പ്രമുഖനായ BJPയുടെ നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഞാൻ അദ്ദേഹം ടെലിവിഷൻ ചർച്ചകൾ വരുന്ന ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം എന്നാണ്. അപ്പോൾ മലപ്പുറത്തുള്ള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനിയിലെ വോട്ടർ, അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ആളാണ് നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് വർക്കിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വോട്ട് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് അവിടെ അഡ്രസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടിന്റെ അഡ്രസ്സിൽ അദ്ദേഹം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്തു. നേതാവിന്റെ കാര്യമാണ്, പ്രമുഖ നേതാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നാടൊട്ടുക്കുമുള്ള BJPക്കാരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അവരെ അവിടുത്തെ വോട്ടർമാരാക്കിയാണ് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതാണ് ചുരുളഴിഞ്ഞു വരുന്ന കഥ. അഭിലാഷ്, അങ്ങനൊന്നുമല്ല. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2-3 വർഷങ്ങളായിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുണ്ട്, പൂർണ്ണസമയ പ്രവർത്തകരല്ലാത്ത ആളുകളുണ്ട്, ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ആളുകളുമുണ്ടെന്ന്. ഞാനിപ്പോൾ താമസിക്കുന്ന, ഞാൻ ഇടുക്കിക്കാരനാണ്, ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എൻ്റെ വോട്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയകളാണെന്ന്. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം അവിടുത്തെ പാർട്ടി അദ്ദേഹത്തിന് നൽകിയ ചുമതല കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ വന്ന് താമസിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ വിലാസമുണ്ടോ? അദ്ദേഹത്തിന് വാടക വീടെങ്കിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ഇടുക്കിക്കാരനായ ശ്യാം എറണാകുളത്ത് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, അല്ല അങ്ങേക്ക് അവിടെ ഒരു താമസ സ്ഥലമെങ്കിലും ഉണ്ടല്ലോ. പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത നിങ്ങളുടെ പ്രമുഖ നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ തൃശ്ശൂരുണ്ടോ? അല്ല ഞാൻ ചോദിക്കാം, നിക്ക്, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ഈ പറയുന്ന ഉത്തരത്തിൽ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മളെ 4-5 മിനിറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനിടയിൽ കയറി താങ്കൾ എന്നോട് സംസാരിക്കാനും സമ്മതിക്കുന്നില്ല. ഇവിടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വോട്ട് തൃശ്ശൂർ ചെയ്തതിൽ നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയും? അല്ല, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എങ്ങനെയാണ് അവിടുത്തെ വോട്ടറായി മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. അനുശാസിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. അദ്ദേഹം പൊന്നാനി മണ്ഡലത്തിലെ വോട്ടറാണ്. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൃശ്ശൂർ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്നവരൊക്കെ അവിടങ്ങളിലാണ് വോട്ട് ചെയ്യേണ്ടത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹത്തിന് അവിടുത്തെ സ്ഥിര അഡ്രസ്സോ അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയ വീടോ, ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? പോട്ടെ, അദ്ദേഹം ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? അത് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ആ ഏത് അഡ്രസ്സിലാണെന്നുള്ള എനിക്കറിയാം. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. പേര് ഉണ്ണികൃഷ്ണൻ വി, അച്ഛന്റെ പേര് പരമേശ്വരൻ നമ്പീശൻ, വീട്ട് നമ്പർ പള്ളിപ്പറ്റ ഹൗസ്. ഈ പള്ളിപ്പറ്റ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടാണ്. അപ്പൊ അങ്ങനെ ഇപ്പോ ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ നിങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തകർ അവിടെ പോയിട്ട് അവിടുത്തെ പ്രവർത്തകരുടെ വിലാസത്തിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഒരു ലോജിക്ക് നിങ്ങൾ പറയും, ഒരു ലോജിക്ക് നിങ്ങൾ പറയും. ഒരു വീട്ടിൽ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മറ്റൊരാൾക്ക് വാടകയ്ക്ക് വന്ന് താമസിച്ചുകൂടെ? അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇനി 3 വർഷവും സൗജന്യമായിട്ട് താമസിക്കും എന്നൊക്കെ അങ്ങോട്ട് കരുതണോ? അല്ല, ഞാൻ ചോദിക്കാം, അല്ലല്ലോ. ഇപ്പൊ ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുന്നു, മാസ്റ്റർ എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തകരൊക്കെ അവിടുത്തെ മറ്റ് പ്രവർത്തകരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിലെ പേര് നേടിയിട്ട് അവിടെ വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് ഇലക്ഷൻ നടക്കുന്നത് കാരണം തൃശ്ശൂർ ലോക്സഭ അല്ലല്ല ഇലക്ഷൻ നടക്കുന്നത് കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഞങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹം തൃശ്ശൂർ താമസിക്കാനേ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം തൊട്ടടുത്തുള്ള അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് എന്റെ ചോദ്യം. ശരി, ഓക്കെ. അദ്ദേഹം ഇങ്ങനെ ചെയ്തതിൽ തെറ്റെന്നാണ് നിങ്ങൾ പറയൂ. ശരി.